സൂപ്പർ സാധനം. ഹലോ ഗായ്സ്, ദിസ് ഈസ് അൻഷാദ് ഓറ. എല്ലാവർക്കും സുഖമല്ലേ? ഒന്നുമില്ല, ചുമ്മാ കുറേ നാളായില്ലേ നമ്മൾ ലാസ്റ്റ് വീഡിയോ എപ്പോഴായിട്ട് 2-3 മാസമാവും. അപ്പം ചുമ്മാ വരാമെന്ന് വിചാരിച്ചു. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, ഇനി ശ്രമിക്കാം. എല്ലാവർക്കും സുഖമാണോ? ഭയങ്കര ഒരു സോഷ്യൽ ആൻസൈറ്റി എന്തോ പറയാൻ മറന്നും പോയി, പറ്റുന്നില്ല. ഞാൻ കുറച്ച് വീഡിയോസ് അപ്പോൾ ഗായ്സ്, അൻഷാദ് ഓറയിലേക്ക് എല്ലാവരും സ്വാഗതം. ഒന്നുമില്ല, ചുമ്മാ നമ്മൾ കുറേ നാളായി. ലാസ്റ്റ് നമ്മൾ ഗോവയുടെ വീഡിയോ ആണ് ഇട്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മടി, ആദ്യത്തേത് മടിയാണ്. രണ്ടാമത്തേത് കണ്ടന്റ് ഇല്ലായ്മ. ഇതാണ് എൻ്റെ പ്രധാനമായിട്ട് ഞാൻ വീഡിയോ ഇടാൻ താമസിക്കുന്നതിന് കാരണം. ഇനി അങ്ങോട്ട് ഷോർട്സ് എങ്കിലും ഇട്ട് നിങ്ങളെ വെറുപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ല, നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാം നടക്കും ഇൻഷാ അല്ലാ. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അത് പോയി ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെ, ഞാൻ ബ്ലൂം അടിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ജിമ്മിന് പോകുന്നത്. ഞാൻ മജീദുമായിട്ടാണ് ജിമ്മിന് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എത്രാമത്തെ ദിവസമാണ്? ഇപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ ദിവസമാണ് ജിമ്മിന് പോകുന്നത്. നമ്മുടെ ട്രെയിനർ എന്ന് പറയുമ്പം അദ്നാനെന്ന് പറയുന്ന പയ്യനാണ്, നമ്മളെ ഫ്രണ്ടാണ്. അപ്പോൾ അവനാണ് നമുക്ക് ട്രെയിൻ ചെയ്യുന്നത്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, ജിമ്മ് കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. പിന്നെ ഇന്നൊരു പ്രത്യേക ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ശരി, ജിമ്മിൽ എത്തിയിട്ടുണ്ട്. കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ ട്രെയിനർ അതിന. എങ്ങനെയുണ്ട് ഈ ഒരു വർക്കൗട്ട്? എന്തിനുള്ള വർക്കൗട്ടാണ്? ഞാൻ ഇതെടുത്ത് ഇടും. പറ, ഇതെന്തിനുള്ള വർക്കൗട്ടാണ് ബ്രോ? ഗൈസ്, അങ്ങനെ വർക്കൗട്ട് തീർന്നിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇന്ന് കളിച്ചത് ബാക്കിനാണ്. നന്നായി വർക്കൗട്ട് ചെയ്തു. നമുക്ക് ഇൻസ്ട്രക്ഷൻ തരാനായിട്ട് അതിനാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇന്നത്തെ വർക്കൗട്ട് തീർന്നിട്ടുണ്ട്. ജിം വീഡിയോ ഇത്ര തന്നെ. അല്ലെ ഒരു ബും അടിയത്, ഒരു ബും ഇങ്ങനെ. ഗായ്സ്, ഏകദേശം 12 മണി അടുപ്പിച്ചായി. ഞാൻ ഇപ്പോൾ എൻ്റെ റൂമിലാണ്. നാളത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നാളെ എനിക്ക് വർക്കുണ്ട് ഗായ്സ്, കാറ്ററിംഗ് വർക്കുണ്ട്. നാളെ ഏകദേശം ഒരു 8:30 ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും. അവിടെ 8:30 എത്തണം, പക്ഷെ ഞാൻ ഇവിടെ നിന്ന് 8:30 ഇറങ്ങും. അപ്പോൾ ഒരു 9 മണി അടുപ്പിച്ച് ഞാൻ അവിടെ എത്തും. 9-9:30. നാളത്തെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ അത് തന്നെ എത്ര തന്നെ. അപ്പോൾ ശരി, ബ്ലൂ. കാറ്ററിങ്ങിന് പോവുകയാണ്. ഇന്നത്തെ വർക്ക് കളിക്കാവിടെയാണ്. ഞാനും മജീദുമായിട്ടാണ് പോകുന്നത് വർക്കിന്. പോയിട്ട് അവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം വർക്ക് ടൈം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറ്റുന്നതൊക്കെ ഞാൻ എടുക്കാം. തമിഴ്നാട് എത്താറായെന്നാണ് തോന്നുന്നത്. നമ്മള് ആദ്യമായിട്ടാണ് കളിക്കാനുള്ള വർക്ക് പോയിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അത് തന്നെ ഗായ്സ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ നമുക്കിതാ ഇത് ഫുൾ അറേഞ്ച് ചെയ്യാനാണ്, ടേബിൾ ഇട്ട് ഇത് ഫുൾ അറേഞ്ച് ചെയ്യാനായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഇരിക്കുകയാണ്. എനിക്ക് തന്ന വർക്ക് എന്ന് പറയുമ്പം ഇത് കുപ്പിവെള്ളം ഫില്ല് ചെയ്യാനാണ്. മജീദിന് ചിക്കൻ ഫ്രൈ ഫില്ല് ചെയ്യാൻ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നഹാസ് എന്ന് പറയുന്ന ഒരു പയ്യുണ്ട്. ഇവന് കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം ബീഫ് ഫില്ല് ചെയ്യാനാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ പരിപാടി.
എപ്പോൾ തീരുമെന്ന് അറിഞ്ഞു. സുഹൃത്തുക്കളെ, ഇത് 8 മണിക്കുള്ള കാറ്ററിംഗ് അല്ല, ഇത് വൈകുന്നേരം 3 മണിക്കുള്ള കാറ്ററിംഗ് ആയിരുന്നു. ചില പ്രത്യേക കാരണങ്ങൾ കാരണം രാവിലത്തെ വർക്ക് കിട്ടി, അതുകൊണ്ട് വൈകുന്നേരത്തെ വർക്കിന് വന്നു. ഇവിടെ തുടങ്ങിയപ്പോൾ തന്നെ സലാഡ് അരിയലും പൊറോട്ട അടിക്കുകയായിരുന്നു. എനിക്ക് ഓവറായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ അവിടെ ജോലിക്ക് വന്നതല്ലേ, അപ്പോൾ ജോലിയല്ലേ ചെയ്യാനുള്ളത്, വ്ലോഗല്ലല്ലോ എടുക്കാനുള്ളത്. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറേ വീഡിയോകൾ എടുത്തു. ഈ നടന്നു പോകുന്ന ആളാണ് ഷാനിക്ക. കാണാൻ റൂഡാണെങ്കിലും ഫ്രണ്ട്ലി ആണ്. ഇതാണ് ഗൈസ് കാറ്ററിംഗ് യൂണിഫോം. പെട്ടെന്ന് ചിക്കൻ ഫ്രൈയുടെ മണം അടിച്ചപ്പോൾ ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ ഇതാണ് കണ്ടത്. നമ്മളെ മജീദാണ് ജ്യൂസ് അടിക്കാൻ നിൽക്കുന്നത്. മജീദിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചേച്ചി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 7 മണി അടുപ്പിച്ച് ആൾക്കാർ കഴിക്കാൻ വന്നു തുടങ്ങി. ലാസ്റ്റ് നമ്മൾ പാത്രം കഴുകാൻ പോവുകയാണ്. എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? മജീദിന് എന്താ പറയാനുള്ളത്? ഇത്രയും ബൗള്, സ്പൂണ്, ഇത് ഒരു 10 എണ്ണം വരും. ഇനി ഇത് വേസ്റ്റിന്റെ പ്ലേറ്റ്, ഇത് ഒരു 10-25 എണ്ണം വരും. ഈ കോസ്റ്റ്യൂമിന് നിങ്ങൾ എത്ര റേറ്റ് കൊടുക്കും? കമന്റ് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോയിൽ കാണാം. പാത്രം കഴുകിയിട്ട് ഇത് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ കഴിക്കാനായിട്ട് പൊറോട്ട, പുരട്ടി, പാലാട, ബീഫ്, മട്ടൺ, ചിക്കൻ, പിന്നെ മട്ടൺ, ചിക്കൻ, ഇത്രയാണ് തിന്നാനുള്ളത്. അതെ അതെ, നമ്മൾ കഴിച്ചിട്ട് വരാം. ഗായ്സ്, അങ്ങനെ ഇത് കഴിഞ്ഞു, ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? 400 പേര് വന്നില്ല, 400 കുറവായിരുന്നു. പിന്നെ വർക്ക് അടിപൊളി വർക്കായിരുന്നു. 400 പേർക്കുള്ളതായിരുന്നു ഫുഡ്, പക്ഷെ 400-ന് കുറവായിരുന്നു ആൾക്കാർ വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ജോലി തീർന്നു. ഏകദേശം 8:30 അടുപ്പിച്ച് കഴിഞ്ഞു, ആളുകൾ കുറഞ്ഞു തുടങ്ങി. നമ്മളൊരു 9:30 ആയപ്പോൾ തന്നെ എല്ലാം ഒതുക്കി കഴിച്ചതായിട്ട് ഇറങ്ങി. ഇപ്പൊ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാറ്ററിംഗിന്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് നേരത്തെ കോൺടാക്ട് ആക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്താൽ മതി, അതൊന്നുമില്ല. ശരി, അടുത്തെന്താണ് അതിലോട്ട് പൊക്കോ. ശരി, ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ബാലരാമപുരം സെന്റ് സെബാസ്റ്റ്യനിലെ പെരുന്നാളിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. ഫൈസൽ, എന്താ പറയാനുള്ളത് ഇവിടുത്തെ പരിപാടിയെ പറ്റി? ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയാണ്. പാട്ട് കോപ്പി റൈറ്റ് കിട്ടും, അതുകൊണ്ട് ഞാൻ ഈ പാട്ട് മ്യൂട്ടാക്കുകയാണ്. ഗൈസ്, ഇതാണ് ഫ്രണ്ടിലത്തെ. ഗൈസ്, പോണ വഴിക്ക് ഉണ്ണിയപ്പം കിട്ടി. ഗൈസ്, ഒരു മാമ കൊണ്ട് ഉണ്ണിയപ്പം തന്നു. അപ്പോൾ നമ്മളത് തിന്നെയാണ്. ഒരേ വൈബ്. നിങ്ങൾക്ക് വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. പ്രായ വ്യത്യാസമില്ല, ജാതി മത വ്യത്യാസമന്യേ വൈബാണ് കാഴ്ച. ഇവിടെ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, അടിപൊളി വൈബാണ്. കാഴ്ച ഇവിടെ വിചാരിക്കും പോലെ അല്ല, മുതുക്ക് തിരക്കാണ് കാഴ്ച. ഇത് നമ്മളെ കോളേജിലെ സീന റണ്ണന്മാരെ കടയാണ്. എല്ലാവരും കടയിലേക്ക് വരിക. ബാല്യാവൃത്തി നാളെ കാണൂലല്ലേ? നാളെ ബാല്യാവൃത്തി കാണൂല. നാളെ മുതൽ കഴക്കൂട്ടം നമ്മൾ കാണും. 27-ാം തീയതി മുതൽ കഴക്കൂട്ടത്ത് വരിക. ഓക്കെ. ഇവര് നമ്മുടെ കോളേജിലെ സീനിയർ ഇക്കാമാരായിരുന്നു. ഇവിടെ തുടങ്ങി 2-3 ബ്രാഞ്ചൊക്കെ ഉണ്ട്. സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. ഇതാണ് നമ്മുടെ തക്കുടി ചേട്ടൻ. എന്താ പറയാനുള്ളത് പരിപാടിയെ പറ്റി? എന്താ പറയാ? അടിപൊളി പരിപാടി. തിരക്കല്ലേ? ശരി, പരിപാടി നടക്കട്ടെ. ഇത് വ്ളോഗ്. ഓക്കെ, ശരി. ഇതാണ് ഇസ്മായിലിക്ക. അത് തന്നെ. ശരിയെന്നാ. പറയാം. നമ്മൾ നേരത്തെ ഒരു കട കണ്ടല്ലോ, എക്സലന്റ്. അതിന്റെ 2ാമത്തെ കടയിലാണ് കുട്ടി നിൽക്കുന്നത്. ഇതാണ് 2ാമത്തെ കട. ഇവിടുത്തെ പരിപാടി എങ്ങനെയുണ്ട്? ഇവിടെ മുതുക്ക് തിരക്കാണ്, ഒന്നും പറയാനില്ല. ഇതാണ് ഇവരെ കട. പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ചെക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ട്രൈ. ഫൈസൽ 5 പെണ്ണെ കഴിച്ചോളൂ. എന്താ പറയാ? നല്ലൊരു ദിവസമാണ് ഇവിടെ. നമ്മള് വൈബിങ്. ഇതാണ് പിസ്താഷ്യോ ഗുനാഫ മസ്ക എന്നാണ് ഇതിന്റെ പേര്. പിസ്ത ഗുനാഫ ബൺ.
നമ്മളെ മറ്റേ സേമിയ ദിവസം ഇതാണ് വൺ മാസം തുറക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ഇത് തിന്ന് ഉപ്പ് കാണാം, ഉപ്പ് കാണാം, പുളി കാണാം. എങ്ങനെയുണ്ട്? നമുക്ക് കിട്ടിയില്ല. ഗായ്സ്, ഇത് വന്നിട്ട് ബാലരാമപുരം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ അവസാന ദിവസത്തെ പള്ളി പെരുന്നാളായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ പരിപാടി അടിപൊളി. എല്ലാവരും ഒത്ത് നടന്ന് സമയം പോയതേ അറിഞ്ഞില്ലായിരുന്നു. ഗായ്സ്, അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് ഇവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ഏകദേശം തിരക്കൊക്കെ കുറഞ്ഞു. ഇപ്പം 11 മണിയായി. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-20 മിസ് കോൾ വന്നിട്ടുണ്ട്. മിക്കവാറും വീട്ടിൽ നിന്ന് കുറേ കിട്ടും. അപ്പോൾ കിട്ടിയിട്ടില്ല. വീട്ടിൽ ആരും ഒന്നും വിളിച്ചില്ല. അത് തന്നെ. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അത് തന്നെ. അപ്പോൾ അടുത്ത വൺ മസ്ക കഴിച്ചു. അടിപൊളിയാണ്. തിരക്കിൻ്റെ ഇടയിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അടിപൊളി വൺ മസ്ക. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ കൈ നോക്കിയിട്ട് എൻ്റെ ഭാവി പറയാനാണ് പോകുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. നാളറിയാം பேர் பண்ணி பேருக்கு அஞ்சாவது பேர் பண்ணணுமா பேருக்கு தெய்வம் உண்டா இதுதானா திருவாதிரை உனக்கு பேர் கட்டு அல்ல பூல ஆண்டு வந்து தள்ளி மக்கா மதியம் 18 வேணும் 27 வேணும். என்ன சமயம் கூட்டு கட்டி சனிக்கு வேண்டாம். வளர்த்தி சண்டை போகாத. 3 ஆபத்து முடிஞ்சாச்சு. 3 ஆபத்து கழிஞ்சு யாரும் வஞ்சிக்கத்தில்ல. பாரி 2க்கு விதி. ஒன்றும் கட்டுவேன். ஒரு பெண்ணை பிரைமேச்சு நவம்பருக்கு தான் நடக்கும். நல்ல வாழ்க்கை உனக்கு உண்டு. மக்கள் 5க்கு தானம். 2 ஆண் ஒரு பெண்ணு 3 மக்களும் பார்த்து 1981 படித்தா ஜோலி யாத்திரை பணியாளர் பேங்க் திட்டப்பாடு நல்ல பாகம் தம்பிக்கு உண்டு. யாரும் வஞ்சிக்கத்திலே கல்விக்கு நல்ல அவசியமான பையன். முக்கிய பாகம் திருவாதிரை சும நாள் முக்கியம் நல்ல ரத்தத்தில் ஆண்டும் கல்லு. இப்போ நெட்டில் காரியம் நடக்கத்துண்டு. கைமுடி யாரும் அடிக்கக்கூடாது. அடிச்சா தெட்டு. அடி 10 கோஷம் 8 கோஷம் அடிக்கக்கூடாது. யாருக்கும் தர்மம் தெரியும். தர்மத்துக்கு குறைஞ்சிட்ட 3 ஆபத்து முடியாது. இது அக்காவுக்கு வீடுக்க வைக்கும். வீடு வச்சு துணி கட்டிடம் வண்டி வாகனம் பணியாளர் பேங்க் பாத்தி கூறி സബ്ടൈറ്റിൽ ലോഡിംഗ് ആണ് ഗൈസ്. இப்போ உள்ளில் ஒரு காரியத்தை ஆலோசிச்சு நிற்குவா. இன்னும் 3 மாதத்துக்கு ஆகும். காரியம் சாதிக்கும். இந்த பேர் நாள் வச்சு பீமா பள்ளிக்கோ நாகூர் பள்ளிக்கோ இஷ்டப்பட்டு படிக்க நேர்ச்ச கொடு. நல்லா இருக்குன்னு சொல்லி கை சொல்ற கை இந்த கை கொண்டு அடிக்கக்கூடாது. தர்மம் கொடுப்பேன். எல்லாரும் தர்மம் தானம் கொடுக்கணும் இல்லை. நல்ல ஆனால் 1981 ஜனரகம் உண்டு. புத்தி 2 புத்தி எதிர்த்து கொஞ்சம் மனப்பிரயாசம் இருக்கு. குரு சனி சூரியன் சந்திரன் செவ்வாய் சுக்கிரன் பாரி 1 தான். மக்கள் 5க்கு தானம். 2 மக்கள் தொட்டு 3 மக்களும் யோகம் உண்டு. வீடைக்கு வைக்கும். வாகனம் மேடிக்கும். யாத்திரை போகும். ஜோலி விட்டோம். நாம் இப்போ ஒரு காரியம் ஆலோசனை விட்டுவா. இன்னும் 3 மாதத்துக்கு ஆகும். எல்லாமே நடக்கும். பீமா பள்ளிக்கோ நாகூர் பள்ளிக்கோ இஷ்டப்பட்ட படிக்க நேற்று അശ്വതി വരുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ പാരറ്റ് ഫ്രൈ റെഡിയായി. கேதுகளில் சுக்கரன் வயசு பிறப்போம் 23 வரை சுக்கரன். நல்ல சமயம். படித்தம் கழிஞ்சா படிக்கணும். நல்ல ஜோடி விட்டோம். 23 ஜோடியை கேளும். குடும்பத்துக்கு அச்சடிக்காரன் மஞ்சளை செஞ்சு இல்லை. சீர்காய்ச்சி 90 வரை ஆயிரத்தி 2 பேருக்கு யோகம் உண்டு. ஒன்னே கட்ட சொல்லு. ஒரு பெண்ணை பிரேமத்தில் குடும்பத்துக்கு பார்த்து ഇതെന്റെ സെയിം അവസ്ഥയാണ്. சீர்காய்ச்சி இருக்கு. ஜெயம் வராது. எவ்வளோ பணம் சீட்டு உண்டு.
ஒரு பாக்கியத்தோடு அதுக்கு யோகம் இருக்கு. வீடு வச்சு புண்ணி கட்டிடம் பண்ணி பார்க்கணும். பணியார் மாதிரி பேங்கர் மாதிரி பாக்கியத்தோடு நல்ல பாவம் உண்டு. இப்போ உள்ளில் ஒரு காரியம் இன்னும் 30 மணி நேரம் 30 பேசுக்காகும் காரியம் சாதிக்கும். யோசிச்சும் மாறி கிட்டும், படித்தும் பாஸ் ஆகும். இப்போ உள்ளில் ஒரு காரியம் இருக்கணும். ஆனால் கை ஓட்ட கை பைக்காமல் நிற்கதில்ல. போய்கொண்டு யாருக்கும் தானம் கொடுப்பான், கள்ளங்கோடன் இல்லை. ஆனால் ஆயிரத்தி மணிக்கு 78 80 வரை ஆயிடுச்சு. ஜனரேகம் உண்டு, ஜோடி கிட்டும், நல்ல பெண்ணும் கிட்டும். குரு சனி சூரியன் சந்திரன் செவ்வாய் சுற்றுறான். பாரி ஒன்று தான். மக்கள் 3 சந்தானம், 2 பெண் ஒரு ஆண் 3 மக்களும் உண்டு. இப்போ ஒரு காரியம் நினைச்சா சாதிக்கும். ഒരു ഭാര്യ 5 മക്കൾ. வேற யாருப்பா? அடுத்து வேற யார்? வேற കണ്ടം அவனுக்கு அவனோட நாள் தெரியாது. பேர் പറഞ്ഞ பேரு வயசு எல்லாமே அப்துல் மஜீத். பாக்கியம் തന്നെ നോക്കടി എന്താ എടുക്കുമോ? പാക്കിയം തന്നെ അബ്ദുൽ മജീദ്. ടീമുണ്ടാ മജീദിന് ഒരു കഴിഞ്ഞ കാലഘട്ടം ஆண்டன் பள்ளி தம்பிக்கு பாக்கியம் இருக்கு, கோஷம் இல்லை, மக்கள் சமாதானம் இல்லை, மக்கள் சமாதானம் இல்லை, எப்போதும் டென்ஷன் உண்டு, யாரும் வஞ்சிக்க மாட்டார். ஒரு பெண்ணுக்கு வந்து எவன் பேர் தான் உண்டு ഉണ്ട് പ്രേമിച്ച് ഉണ്ടാ നിന്നെ നോക്കണില്ല, അതൊരിക്കലും സംഭവിക്കില്ല. உங்க சொத்துக்கு உடுக்க துணிக்கு புத்திமுட்டு வராது, தேவாதானம் உண்டு. ஆயுசு வந்து 91 வரை ஆயுசு, பாரி ஒண்ணுதான். மக்கள் 5க்கு காணும், 2 பெண்ணு 2 ஆண் 4 மக்களும் காணும். கவர்மெண்ட் சாப்பி ஜோலியும் கிட்டும். அதெல்லாம் வெளியாத்துல போகிறான் பாக்கியவான். அல்ல ரசூல் ஆண்டவன் பள்ளி பள்ளி வந்தவங்களுக்கு தோஷம் இல்லை. தீமா பள்ளிக்கோ நாகூர் பள்ளிக்கோ இஷ்டப்பட்ட பள்ளிக்கு நேர்ச்சி வரும். ஆயுசு ஒன்று பள்ளி கை ஓட்ட கை பைசா விற்கிறதுக்கு அது கொண்டு அது கை கொண்டு அடிக்காது, பாபுன்னு செஞ்சாலும் கை கொண்டு கொடுப்போம். அது இப்போ டைம் நல்லதா, போக்கு ஒன்றும் இல்லை. 31 வயசுல நல்ல சமயம், 31 வயசுல நல்ல சமயம். வீடு கிட்டும், ஜோடி கிட்டும், நல்ல பாரியும் கிட்டும், மக்களும் கிட்டும். யாதோ தோஷம் இல்லை. அவனுக்கு ஆயுசு 85, தயகம் உண்டு, புதியகம் உண்டு. பாரி ஒன்று தான். பிரேமிச்சாலும் லவ் மேரேஜ் பண்ண ஒரே பாரி தான். மக்கள் 4க்கு சந்தானம். இப்போ ஒரு காரியம் வச்சா சாதிக்கும். എനിക്ക് പൈസ നമ്പർ പറഞ്ഞ சரி ചുമ്മാ ആയിരടാ. வேறென்ன? ചതയോ? வயசு எத்தனை? 20. അത് മാത്രം പറയണ എല്ലാവരും പറയുന്നത്. സത്യം തന്നെ നോക്കടി വാ. ഒരു കാര്യം നാളൊരു നാള് സത്യത്തിൽ നാളെന്താ എവിടെ 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 ക്യാമറ എന്റെ മോനെ. ചെറിയനാട് കണ്ടി ശ്രീനാരായണ ഗുരു ഐശ്വര്യത്താണ്. സിനിമ അഭിനയിക്കാൻ പോകാം. ഈ പെണ്ണൊക്കെ പിറപ്പാണ് ആണാട്ടി ആണിക്കാണ് സിനിമ അഭിനയിക്കാൻ ബാക്കി വരെ മകാൻ വെക്കുന്നു. ആന ഐശ്വര്യത്താണ്, ബാക്കിയുണ്ട്. സിനിമ അഭിനയിക്കാൻ പോകാം. സിനിമയ്ക്ക് ഐശ്വര്യമുണ്ട്. സിനിമ കേളിപ്പം മുഖ്യ ഭാഗം നല്ലതാണ്. 25 25 വയസ്സ് എന്ന സമയം നല്ല ഭാഗം കൊണ്ട് ദോഷം ഒന്നുമില്ല. ഉള്ളിൽ പല പറ്റി പല ചിന്താഗതി, யாருக்கும் வஞ்சிக்க மாட்டேன். எல்லாருக்கும் தர்மம் கொடுப்பேன். கொடுத்து மறுத்து இன்னும் 30 மணி நேரம் 30 வயசுக்காகவும் காங்கிரஸ் சாதிக்கும். நல்ல டைம் போட்டேன். മറ്റത് കല്യാണം யாருக்கும் தர்மம் கொடுப்பேன். தர்மத்துக்கு பார்த்தீங்க சாப்பாடு சொன்னீங்கன்னா எல்லாரும் சரியாக செய்யணும் போடுங்க. தோட்டம் ஒன்றும் இல்லை. ஆனால் உனக்கு ஆயிரத்தி ஜனங்கள் உண்டு. விட்டு ஏழு விட்டு எழுதி உண்டு. பெண்ணு வீட்டு இறங்கி போக வேண்டாம். பெண்ணு வந்து கைக்கு வேணும். சும்மா ரைட்டா பால் ஒன்று தான். பெண்ணு ஒன்று கைக்கு நீ போக வேண்டாம். அவர் வீட்டில் அதான் പോസിറ്റീവാണ് പറയണത്. നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ അത്ര തന്നെ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്.